പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിനകത്താണ്. അപ്പം നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാനിന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ നൂറുകണക്കിന് ആൾക്കാരാണ് ബസ് കയറാനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കൊന്ന് ബാത്റൂമിൽ പോകാനോ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും ഒരു സൗകര്യമില്ല. അപ്പോൾ ഇവിടെ ഒരു പഞ്ചായത്ത് ഇത് പണിതിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഇത് തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് ചെയ്തു കൊടുക്കുകയായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി പൊതുജനങ്ങൾക്കായി പണിതിട്ടിരിക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരമുള്ള പൊതു ശൗചാലയമാണ് ഈ കാണുന്നത്. ഇത് ഒരു വർഷത്തോളമായി ഇത് പണി പൂർത്തിയായിട്ട് ഇതുവരെ ഇത് തുറന്നു കൊടുത്തിട്ടില്ല പൊതുജനങ്ങൾക്കായിട്ട്. ഈ പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് വരുന്ന യാത്രക്കാർക്കൊന്ന് മൂത്രം ഒഴിക്കാനും മറ്റുള്ള പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരു സൗകര്യവും ഒരിടത്തുമില്ല. ഇത് കുടുംബശ്രീക്കാർക്കാണ് ഇതിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത്. അത് പല പ്രാവശ്യം കുടുംബശ്രീക്കാർ നടത്താമെന്ന് പറഞ്ഞതിന് ശേഷം എന്താണെന്നറിയത്തില്ല, പിന്നീട് ആരും അതിൻ്റെ അകത്ത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന മത്സ്യഫെഡിൻ്റെ ഈ സ്ഥാപനം ഉണ്ടാവും, ഇവിടെ പ്രവർത്തിച്ചിരുന്ന മത്സ്യഫെഡ് ബസ് സ്റ്റാൻഡിന് മുൻവശത്തേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ ഒരു മാസത്തിന് മുകളിലായി ഇതുവരെ അവരത് പൊളിച്ച് നീക്കിയിട്ടില്ല. ഇതായാലും എങ്ങനെയാണ് ഇരിക്കുന്നത്? അല്ല, എങ്ങനെയാണ് അതിൽ ഇരിക്കുമെന്ന്? ദിവസവും നൂറുകണക്കിന് യാത്രക്കാർ, കുട്ടികളടക്കം എല്ലാവരും തൊട്ടടുത്ത് സ്കൂളൊക്കെ ഉണ്ട്. ഇവിടെ ആകപ്പാടെ മൂത്രം ഒഴിക്കാൻ സൗകര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് പുറകിൽ ഒരു ഇടവഴിയുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇവിടെയാണ് ഈ വരുന്ന ബസ് സ്റ്റാൻഡിൽ വരുന്നവർ മുഴുവൻ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെ 3-4 വീട്ടുകാരുണ്ട്. അവരതിൽ എങ്ങനെ പോകുന്നതന്നെ അറിയത്തില്ല, അത്രയ്ക്കും നല്ല സ്മെല്ലാണ്. കണ്ടോ, ഒരാൾ അങ്ങോട്ട് ഓടി പോകുന്നുണ്ട്, ബസ്സിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പൊതുജനങ്ങൾക്കായിട്ട്, അതുപോലെ ഇത് എത്രയും പെട്ടെന്ന് ഈ സാധനം ഇവിടുന്ന് പൊളിച്ച് മാറ്റുക. മത്സ്യഫെഡിൻ്റെ ഇതിൻ്റെ അകത്ത് വൈകിട്ട് പട്ടികൾ മുഴുവൻ ഇതിൻ്റെ അകത്താണ് താവളം. ഞാൻ ചെല്ലുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. അവരുടെ താവളം അകത്തോട്ട് കയറി പോയാൽ കടി കിട്ടും. ഇത് എത്രയും പെട്ടെന്ന് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുക. അവിടെ ബസ് സ്റ്റാൻഡിൽ വരുന്നവർ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ളത് അവിടെ വരുന്നവർക്ക് മാത്രമേ ആ അവസ്ഥ മനസ്സിലാകത്തുള്ളൂ.